ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അല്ല, ഇതൊക്കെ കുറച്ച് ഓൾഡ് ആയില്ലേ, അപ്പൊ നമുക്ക് കാര്യത്തിലോട്ട് കിടക്കാം. ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മളെ 6 month പ്ലസ് ബേബീസിന് സോളിഡ്സും സെമി സോളിഡ്സും ഒക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആസ് യൂഷ്വൽ നമ്മൾ ഫസ്റ്റ് എടുക്കുന്നത് രാഗിയാണ്. പക്ഷെ പല ആൾക്കാരും ശ്രദ്ധിക്കാത്ത കാര്യമാണ്, രാഗി നേരിട്ട് കൊടുക്കുന്നതിനെക്കാളും ഏറ്റവും ബെസ്റ്റും ന്യൂട്രീഷ്യസ് ആയിട്ടുള്ളത് രാഗി മുളപ്പിച്ച് കൊടുക്കുക എന്നുള്ളത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എന്റെ കുഞ്ഞാപ്പിക്ക് എങ്ങനെയാണ് രാഗി മുളപ്പിക്കുന്നത് എന്നുള്ളതാണ് കേട്ടോ കാണിക്കുന്നത്. ഏകദേശം നമ്മൾ 1 കിലോ രാഗിയോളം എടുത്തിട്ടുണ്ട്. ഒരു ദിവസം ഇത് വെള്ളത്തിലിട്ടുന്നത് ഏറ്റവും നല്ലതാണ്. പിന്നെ ഈ രാഗിയിൽ ഏറ്റവും കൂടുതൽ ടെസ്റ്റും ചളിയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഇതിനെ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കണം കേട്ടോ. അങ്ങനെ ഒരു ദിവസം വെള്ളത്തിലിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുള്ള രാഗിയാണ് കേട്ടോ ഇപ്പൊ നിങ്ങൾ ഈ കാണുന്നത്. ഈ രാഗി മുളപ്പിക്കാനായിട്ട് നമുക്കൊരു ശീലം വേണം. ക്ലോത്ത് എടുക്കുന്ന സമയത്ത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം കോട്ടന്റെ ക്ലോത്ത് എടുക്കരുത് എന്നുള്ളതാണ്. സാധാരണ നമ്മൾ പറയാറ് കോട്ടന്റെ ക്ലോത്ത് എടുക്കുന്നതാണ് നല്ലത് എന്ന്. പക്ഷെ ഞാൻ 2 ചെയ്ത് നോക്കിയ സമയത്ത് എനിക്ക് ഒന്നുകൂടെ ഇങ്ങനത്തെ ക്ലോത്തിലാണ് കുറച്ചുകൂടെ രാഗി നന്നായിട്ട് മുളക്കുന്നതായിട്ട് ഫീൽ ചെയ്തത്. കോട്ടൺ ക്ലോത്ത്സിൽ നമ്മൾ ഇടക്കിടക്ക് വെള്ളം തെളിക്കേണ്ട ആവശ്യമൊക്കെ വരും. പക്ഷെ ഇതാവുമ്പോൾ അതിന്റെ ആവശ്യകത ഒന്നും ഇല്ല കേട്ടോ. ഇതിന്റെ ഒരു പഴയ ഷോളാണ് കേട്ടോ. ഇത് ഞാൻ 2 പീസസ് ആയിട്ട് മുറിക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഈ ക്ലോത്ത് എടുക്കുന്ന സമയത്ത് കുറച്ചുകൂടെ ക്ലീനും നീറ്റ് ആയിട്ടുള്ള ക്ലോത്ത് എടുക്കുന്നതാണ് കേട്ടോ ബെസ്റ്റ്. കാരണം ഈ രാഗി ഇനി കഴുകിയാൽ നമ്മൾ മുളച്ചതിന്റെ ശേഷം നമ്മൾ എടുക്കണുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത് കഴുകാത്തതുകൊണ്ട് എപ്പോഴും നല്ല ക്ലോത്ത് എടുക്കുന്നതാണ് നല്ലത്. അങ്ങനെ ഗൈസ്, ഞാൻ ഏകദേശം 5 ക്ലോത്തിലായിട്ട് മൊത്തത്തിൽ കെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിലുള്ള കുറച്ച് രാഗി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അത് ഞാൻ വീഡിയോന്റെ ലാസ്റ്റ് എന്താന്നുള്ളത് കാണിക്കാം കേട്ടോ. കെട്ടി വെച്ചിട്ടുള്ള രാഗി ഒരു ദിവസം മുളക്കാനായിട്ട് നമ്മൾ മാറ്റി വെക്കാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നെ. ഇതിന്റെ അമ്മന്റെ പഴയ ഓട്ടട ചട്ടിയാണ്. നടുവിലൊരു ഓട്ട കാണില്ലേ, ആ ഓട്ട വന്നതിന്റെ ശേഷമാണ് ഈ ഓട്ടട ചട്ടിനൊന്നും മാറ്റിയിട്ടുള്ളത്. ഓട്ടട ചട്ടിന്റെ ചുറ്റും കാണുന്ന കറുപ്പാണ് ഓട്ടട ചുട്ടടയാളം കേട്ടോ. അപ്പൊ ചെടിച്ചട്ടിന്റെ പകരം നമ്മൾ ഇന്ന് ഇവിടെ എടുത്തിട്ടുള്ളത് ഓട്ടട ചട്ടിയാണ്. നമ്മളെ വീട് പാടം ഏരിയയിലായതുകൊണ്ട് തന്നെ നമുക്ക് പാടത്തെ മണ്ണും പറമ്പത്തെ മണ്ണും ഒരേപോലെ അവൈലബിൾ ആയിട്ടുള്ള ഒന്നാണ് കേട്ടോ. ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് പറമ്പിലെ ചുവന്ന മണ്ണാണ്. നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള രാഗി നമ്മൾ ഇതിലിട്ട് കൊടുക്കുകയാണ്. രാഗി മുളക്കുന്നുള്ളത് ഷുവർ ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ അത് വളർന്ന് വലുതായിട്ട് അതിൽ രാഗി ഉണ്ടാവുമോ എന്നുള്ളത് ഒരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള കാര്യം തന്നെയാണ് കേട്ടോ എനിക്ക്. പക്ഷെ എന്റെ വല്യമ്മ പറഞ്ഞത് രാഗി ഇവരൊക്കെ ആദ്യം ഇവിടെ പാടത്തെ സൈഡിലൊക്കെ ഉണ്ടാക്കിയിരുന്നു, കിട്ടിയിരുന്നു എന്നൊക്കെയാണ്. അപ്പൊ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാച്ചിട്ടാണ് ഞാൻ അത് പാകിയിട്ടുണ്ടായിരുന്നത്. വീഡിയോയിൽ കാണുന്നത് രാഗി പാകിയിട്ട് മുളച്ചതിനുള്ള ഫസ്റ്റ് ഡേയിലും സെക്കൻഡ് ഡേയിലുള്ള രാഗിന്റെ ഗ്രോത്ത് ആണ് കേട്ടോ. പിന്നെ ഒരു ഹോസ്പിറ്റൽ എമർജൻസി വന്നതുകൊണ്ട് തന്നെ നമ്മളെ രാഗി നമുക്ക് 2ാമത്തെ ദിവസമാണ് കേട്ടോ എടുത്ത് നോക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. 2ാമത്തെ ദിവസം ആയതുകൊണ്ട് തന്നെ രാഗി നന്നായിട്ട് മുളച്ചിന്ന് കേട്ടോ. ഓവർ ഗ്രോത്ത് ആയോന്ന് വരെ ഞാൻ കൺഫ്യൂസ്ഡ് ആയി. പക്ഷെ കുഴപ്പമില്ല കേട്ടോ, നല്ലത് തന്നെയാണ്. പിന്നെ ഞാൻ ഇത് മൊത്തമായിട്ട് എടുത്ത് നോക്കിയ സമയത്ത് നന്നായിട്ട് ഇതുപോലെ പുറത്തൊക്കെ നന്നായിട്ട് വേരൊക്കെ വന്നിരുന്നു കേട്ടോ. നല്ല വൈറ്റ് കളറിൽ കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഒന്നാമത്തെ കറുപ്പ് ഷോളും കൂടിയല്ലേ. അത് മാത്രമല്ല നമ്മൾ ഷോൾസ് സെപ്പറേറ്റ് ആയിട്ടാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലും ഇങ്ങനെ ഒട്ടിപ്പിടിച്ച അവസ്ഥയിലായിരുന്നു കേട്ടോ ഇതെല്ലാം കൂടി മുളച്ചിട്ട്. ഞാൻ തുറന്നു നോക്കിയപ്പോഴാണ് കേട്ടോ എനിക്ക് മനസ്സിലായത് ഈ പുറത്ത് കാണുന്ന മുളകൊന്നും അധികം ഉള്ളിൽ വന്നിട്ടില്ല. ആ സൈഡിലുള്ളതൊക്കെയാണ് നന്നായിട്ട് മുളച്ചിട്ട് വേര് പുറത്തേക്ക് വന്നതും ലീഫ് ഉണ്ടാവാൻ സ്റ്റാർട്ടൊക്കെ ആയി എന്നുള്ളത് കേട്ടോ. ഇത് ഓരോന്നായിട്ട് പറിച്ചെടുക്കാൻ തന്നെ കുറെ സമയം എടുത്തിട്ടോ. നല്ല ടൈറ്റ് ആയിട്ടായിരുന്നു ഇത് നിന്നിരുന്നത്. പിന്നെ നമ്മളവിടെ ആദ്യം കൊടുത്തു തുടങ്ങിയത് കുന്നം പൊടിയാണ് കേട്ടോ, കുന്നക്കായന്റെ പൊടിയാണ്. കഴിഞ്ഞിട്ടാണ് രാഗി സ്റ്റാർട്ട് ചെയ്യാറ്. ആദ്യമൊക്കെ രാഗി കടയിൽ നിന്ന് വാങ്ങി കൊടുന്ന് വൃത്തിയാക്കി ഉണക്കിയതിന്റെ ശേഷം പൊടിച്ചെടുക്കലാണ് കേട്ടോ ചെയ്യാറ്. പിന്നെ പല വീഡിയോസും കണ്ടിട്ടാണ് കേട്ടോ മനസ്സിലായത് രാഗിന് അത്യാവശ്യം ന്യൂട്രീഷ്യസ് വാല്യൂ ഉള്ളതാണ്. അതുകൂടാതെ ഇത് മുളപ്പിച്ചാൽ അതിന് ന്യൂട്രീഷ്യസ് വാല്യൂ 10 ഇരട്ടിയാവും എന്നുള്ളത്. പിന്നെ ഈ മുളപ്പിച്ച രാഗിക്ക് ചെറിയ ടേസ്റ്റ് വ്യത്യാസം ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പൊ ആദ്യം നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് രാഗി കുറച്ചു നേരം വെള്ളത്തിലിട്ട് വെച്ചതിന്റെ ശേഷം അത് മിക്സിയിലിട്ട് പൊടിച്ചിട്ട് അതിന്റെ വൈറ്റ് പോർഷൻ മാത്രം അരിച്ചെടുത്തിട്ട് കുറുക്കി കൊടുക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നാണ് മനസ്സിലായത് രാഗിന്റെ ഏറ്റവും മോസ്റ്റ് ഗുഡ് പാർട്ട് അതിന്റെ തോല എന്നുള്ളത് കേട്ടോ. അപ്പോൾ ആദ്യം ഈ ചോപ്പ് ക്ലോത്തിൽ കെട്ടി വെച്ചിട്ടുള്ള രാഗിയാണ് കേട്ടോ നമ്മൾ എടുത്ത് നോക്കിയിട്ടുണ്ടായിരുന്നത്. 2 ദിവസമായിട്ടാണ് അത്യാവശ്യം നല്ല ടൈറ്റിലാണ് കേട്ടോ നിന്നിട്ടുണ്ടായിരുന്നത്. നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഈ രാഗി മുളച്ചിട്ട് അതിന്റെ വേരൊക്കെ അപ്പുറത്തേക്ക് പോയിട്ട് നമ്മൾ ഇവിടുന്ന് പറിച്ചെടുക്കുമ്പോൾ തന്നെ കിട്ടാത്ത രീതിയിലാണ് കേട്ടോ ഉണ്ടായിരുന്നത്. ആദ്യം പറിച്ചെടുക്കുന്ന രാഗിയൊക്കെ നമുക്ക് നല്ലപോലെ കിട്ടിട്ടോ. പിന്നെ ലാസ്റ്റ് ആയപ്പോൾ ക്ലോത്തിൽ ഒട്ടി പിടിച്ചിട്ട് രാഗി ഒന്നും കിട്ടാത്ത ഇതിലായിരുന്നു. അത്യാവശ്യം നല്ലപോലെ മുളച്ചിട്ടുണ്ടായിരുന്നു. സംഭവം സത്യത്തിൽ ഇതിലുള്ള മോസ്റ്റ് സാറ്റിസ്ഫൈങ് പാർട്ട് എന്ന് പറയുന്നത് ഈ രാഗി എടുത്തിട്ട് കയ്യിൽ പിടിക്കുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു ഇതുണ്ടല്ലോ, അതന്നെയാണ് കേട്ടോ. ഇതുപോലെ ഞാൻ ഫസ്റ്റ് ടൈം ഉണ്ടാക്കിയ സമയത്ത് ഈ രാഗി വീണ്ടും കഴുകിയതേ. പിന്നെ വീഡിയോസിലൊക്കെ കണ്ടപ്പോൾ പറഞ്ഞു ഇത് കഴുകേണ്ട ആവശ്യമില്ല, നേരിട്ട് നമുക്ക് വെയിലത്ത് വെച്ച് ഉണക്കാന്നുള്ളത്.